കുടുംബവഴക്ക് കൊലപാതകത്തിൽ കലാശിച്ചു. ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വ്ളാത്താങ്കരയിൽ ഇന്ന് പുലർച്ചെയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. 32-കാരി അൽമയെയാണ് ഭർത്താവ് വിഷ്ണുനാഥ് കൊലപ്പെടുത്തിയത്. കുടുംബവഴക്കാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ദമ്പതികൾക്കിടയിൽ കുറച്ചുനാളുകളായി നിലനിന്നിരുന്ന തർക്കങ്ങൾ ഒടുവിൽ ദാരുണമായ കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. കൃത്യം നടത്തിയതിന് പിന്നാലെ പ്രതിയായ വിഷ്ണുനാഥിനെ നെയ്യാറ്റിൻകര പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധം പോലീസ് കണ്ടെത്തിയെന്നാണ് സൂചന. റോഡിലൂടെ നടന്നുപോയ നിയമവിദ്യാർത്ഥിനിക്ക് നേരെ നഗ്നതാ പ്രദർശനം. 22-കാരൻ പിടിയിൽ. മൂവാറ്റുപുഴ ആനിക്കാട് സ്വദേശി ശശികല ഭവനിൽ അശ്വിൻ രാജീവിനെയാണ് എടത്തല പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏപ്രിൽ 22-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഉച്ചയ്ക്ക് 1:30 മണലിമുക്ക് തേവക്കൽ റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു വിദ്യാർത്ഥിനി. ഈ സമയം ഇലക്ട്രിക് സ്കൂട്ടറിലെത്തിയ പ്രതി പെൺകുട്ടിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയും കടന്നു പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഭയന്നുപോയ വിദ്യാർത്ഥിനി ധൈര്യം സംഭരിച്ച് സ്കൂട്ടറിന്റെ നമ്പർ ഉൾപ്പെടെ രേഖപ്പെടുത്തി എടത്തല പോലീസിൽ പരാതി നൽകി. എടത്തല പഞ്ചായത്ത് സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു. തുടർന്ന് സ്കൂട്ടർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞതും പിടികൂടിയതും. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, നഗ്നതാ പ്രദർശനം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ ആലുവ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മൊബൈൽ ചാർജ് ചെയ്യാൻ സമ്മതിച്ചില്ല. തമ്പാനൂരിൽ ലോട്ടറി വിൽപ്പനക്കാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച 2 പേർ പിടിയിൽ. മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ അനുമതി നൽകാത്തതിലുള്ള നിസ്സാര വിരോധമാണ് ക്രൂരമായ വധശ്രമത്തിൽ കലാശിച്ചത്. തലസ്ഥാന നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് സംഭവം നടന്നിരിക്കുന്നത്. ലോട്ടറി വിൽപ്പനക്കാരനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെട്ടുകാട് സ്വദേശി 33-കാരൻ വിജിൻ, വള്ളക്കടവ് സ്വദേശി 26-കാരൻ അഖിൽ എന്നിവരാണ് പിടിയിലായത്. ചൊവ്വാഴ്ച രാവിലെ തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ലോട്ടറി കടയിലെത്തിയ പ്രതികൾ ഫോൺ ചാർജ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കടയുടമയായ നേമ സ്വദേശി ഇതിന് സമ്മതിച്ചില്ല. ഈ വിരോധം മനസ്സിൽ വെച്ച പ്രതികൾ തൊട്ടടുത്ത ദിവസം വീണ്ടും കടയിലെത്തുകയും കടയുടമയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയുമായിരുന്നു. ഇരുമ്പ് വടി കൊണ്ടും ഓലമടൽ കൊണ്ടും യുവാവിനെ ഇവർ ക്രൂരമായി മർദ്ദിച്ചു. മാരകമായി പരിക്കേറ്റ യുവാവിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതികളെ CCTV ദൃശ്യങ്ങളുടെയും മറ്റ് സഹായത്തോടെയാണ് തമ്പാനൂർ പോലീസ് വലയിലാക്കിയത്. അറസ്റ്റിലായ വിജിനെയും അഖിലിനെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഫാഷൻ ഡിസൈനിംഗ് വിദ്യാർത്ഥിനി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കൊല്ലം കടയ്ക്കൽ ഐരക്കുഴിയിലാണ് സംഭവം. 23-കാരി വൈഷ്ണവിയാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് നാടിനെ നടുക്കിയ സംഭവം പുറത്തറിയുന്നത്. വൈഷ്ണവിയെ സ്വന്തം കിടപ്പുമുറിയിലെ ജനൽക്കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. പഠനത്തിൽ മിടുക്കിയായിരുന്ന വൈഷ്ണവിയുടെ ആത്മഹത്യക്ക് പിന്നിലെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ കടയ്ക്കൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. വൈഷ്ണവിയുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. ആലപ്പുഴ ജില്ലാ ജയിലിൽ റിമാൻഡ് പ്രതി ജീവനൊടുക്കിയ നിലയിൽ. ആലപ്പുഴ ജില്ലാ ജയിലിൽ ഇന്ന് വൈകിട്ടാണ് സംഭവം. റിമാൻഡ് പ്രതി ശരത് പ്രസാദിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടുതുണിയിൽ തൂങ്ങിയ നിലയിലായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ജനറൽ ആശുപത്രി ഡ്യൂട്ടി ഡോക്ടറെ അസഭ്യം പറഞ്ഞ കേസിലെ പ്രതിയാണ് ശരത് പ്രസാദ്. ആലപ്പുഴ പുന്നപ്ര സ്വദേശിയാണ്.